എല്ലാ നല്ലവരായ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിസ്റ്റ് ചെയ്യുന്നത് ഈ തിങ്കളാഴ്ചയാണ്. ഏകദേശം 16-ാം തീയതിയാണ് ലിസ്റ്റിംഗ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഷെയറിൻ്റെ അലോട്ട്മെൻ്റ് എല്ലാതും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓഹരികൾ അനുവദിച്ചവർക്ക് ഇടയിൽ മെസ്സേജ് എല്ലാം വന്നിട്ടുണ്ട് മൊബൈലിൽ. അത് IPO ലഭിക്കാത്തവർക്ക് ഉണ്ടെങ്കിൽ അവരുടെ പൈസ ഉടനെ തന്നെ കിട്ടുന്നത് ആയിരിക്കും. നിക്ഷേപകർക്ക്, അതായത് BSEയുടെയോ അല്ലെങ്കിൽ NSEയുടെയോ വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ രജിസ്ട്രാർ കെഫിൻ ടെക്നോളജീസിൻ്റെ പോർട്ടലിലോ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നില പരിശോധിക്കാം. നമുക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എത്ര ആണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത്. നമുക്ക് എങ്ങനെയാണ് അത് പരിശോധിക്കാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഏകദേശം 67 മടങ്ങോളം കൂടുതലാണ് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്. അതായത് ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഏകദേശം 77 രൂപയുടെ GMPയിലെ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഔദ്യോഗിക ലിസ്റ്റിങ്ങിന് മുമ്പ് തന്നെ ഒരു ശക്തമായ ഡിമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്, ഈ 77 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രീമിയം സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഏകദേശം 145 അല്ലെങ്കിൽ 148 നിരക്കിലായിരിക്കും മിക്കവാറും ഇത് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യത. അതായത് അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ IPOയിലെ ഇഷ്യൂ വിലയായ 70 രൂപയിൽ നിന്ന് ഏകദേശം 100% കൂടുതൽ വർധനവ് ഇത് ലിസ്റ്റിംഗ് ടൈമിൽ കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. 2015 സെപ്റ്റംബർ മുതൽ നാഷണൽ ഹൗസിംഗ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു നോൺ ഡെപ്പോസിറ്റ് ടേക്ക് ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാം. നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ കഴിയും. അതായത് കെഫിൻ ടെക്നോളജീൻ്റെ പോർട്ടലിൽ പോയിട്ട് അതിൻ്റെ IPO സ്റ്റാറ്റസ് ആദ്യം നമ്മൾ നോക്കുക. അതിൻ്റെ താഴെ മെനുവിൽ നിന്ന് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് IPO തിരഞ്ഞെടുക്കുക. അതിൽ നിങ്ങളുടെ പാൻ നമ്പർ, ഡിമാറ്റ് അക്കൗണ്ട് നമ്പർ, അല്ലെങ്കിൽ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവില്ല, അത് കൊടുക്കുക. അതിന് ശേഷം അലോട്ട്മെൻറ്റ് നില കാണുന്നതിനായിട്ട് ക്യാപ്ചർ കോഡ് ഉണ്ടാവും, അതും കൂടി കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്താൽ അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ അറിയാം. കെഫിൻ ടെക്നോളജി എന്ന് പറയുന്ന പോർട്ടലിലാണ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുക. ഇനി BSEയുടെ സൈറ്റിൽ പോണവർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തുക, അതായത് BSEയുടെ അലോട്ട്മെൻറ്റ് പേജിലേക്ക് പോകുക. അതിനുശേഷം ഇക്വിറ്റി തിരഞ്ഞെടുക്കുക. അതിൽ നിന്ന് ലിസ്റ്റിങ്ങിൽ നിന്ന് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് IPO തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ പാൻ നമ്പർ കൊടുക്കുക. അതിനുശേഷം സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ സ്റ്റാറ്റസ് അറിയാവുന്നതാണ്. ഇനി അതുകൂടാതെ NSEയുടെ സൈറ്റിലും നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് കഴിയും. അതായത് NSEയുടെ സൈറ്റിൽ പോയിട്ട് പാനും മറ്റു കാര്യങ്ങളും നമുക്ക് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ IPO അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം വെള്ളിയാഴ്ചയോടുകൂടി ഇന്നത്തോടുകൂടി മിക്കവരുടെയും അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ അക്കൗണ്ടിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ കാണാത്തവർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഇനി ഷെയർ കിട്ടാത്തവർക്ക് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ അതിൻ്റെ റീഫണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏകദേശം റീഫണ്ട് തുക ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അടുത്ത ദിവസം സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ചിലപ്പോൾ സ്റ്റാറ്റസ് ചില ബാങ്കുകളിൽ അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തിങ്കളാഴ്ചയോടുകൂടി മിക്കവാർക്കും സ്റ്റാറ്റസ്, അതായത് റിട്ടേൺ വന്ന എമൗണ്ടിൻ്റെ സ്റ്റാറ്റസും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.